കൗമാരക്കാരിൽ ശ്രദ്ധിക്കേണ്ട ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാ കൗമാരക്കാരും ദേഷ്യപ്പെടും, മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ഇത്തരം മാറ്റങ്ങൾ ദീർഘകാലം തുടരുകയും അവരുടെ പഠനത്തെയും ബന്ധങ്ങളെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരം മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. പെരുമാറ്റത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ. മുമ്പ് സന്തോഷവാനായിരുന്ന കുട്ടി പെട്ടെന്ന് മിണ്ടാതാവുക, അമിത ദേഷ്യവും ക്ഷോഭം, രക്ഷിതാക്കൾ വീടുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന നിയമങ്ങളോട് കടുത്ത എതിർപ്പ് തുടങ്ങിയവ കാണിക്കുക. 2. സാമൂഹിക അകലം. കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, സുഹൃത്തുക്കളെ പൂർണ്ണമായും ഒഴിവാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കൂട്ടുകാർ അയാളിൽ നിന്നും മാറിപ്പോവുക, മുറിയിൽ മാത്രം കൂടുതൽ സമയം ചെലവഴിക്കുക. 3. പഠനത്തിലെ മാറ്റങ്ങൾ. പഠനത്തിൽ താല്പര്യം കുറയുക, മാർക്ക് കുറയുക, സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാതാവുക, ശ്രദ്ധക്കുറവ്, മറവി, പഠനത്തിൽ നിന്നും പിന്മാറ്റം തുടങ്ങിയവ ഉണ്ടാവുക. 4. ഉറക്കത്തിലും ഭക്ഷണശീലത്തിലും മാറ്റങ്ങൾ. വളരെ കുറച്ച് മാത്രം ഉറങ്ങുക, അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുക, ഭക്ഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അമിതമായി കഴിക്കുക. 5. വികാരപരമായ മാറ്റങ്ങൾ. നിരാശ, ആത്മവിശ്വാസക്കുറവ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി കരയുക, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല എന്ന തോന്നൽ ഉണ്ടാവുക, അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. 6. ഡിജിറ്റൽ ജീവിതത്തിലെ മാറ്റങ്ങൾ. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഗെയിം അമിതമായി ഉപയോഗിക്കുക, രാത്രി വൈകിയും ഓൺലൈനിൽ തുടരുക, ഓൺലൈൻ ജീവിതം യഥാർത്ഥ ബന്ധങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതായി കണക്കാക്കുക. മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മാറ്റം കാണുക, പിന്നെ കാരണം മനസ്സിലാക്കാൻ ശ്രമിക്കുക, കുറ്റപ്പെടുത്തുന്നതിന് പകരം സംഭാഷണം ആരംഭിക്കുക, കുട്ടിയെ കേൾക്കാൻ സമയം കണ്ടെത്തുക, പ്രശ്നം തുടരുകയോ ഗുരുതരമാവുകയോ ചെയ്യുന്നുവെങ്കിൽ വിദഗ്ധരുടെ സഹായം തേടുക. പെരുമാറ്റം പലപ്പോഴും ഒരു സന്ദേശമാണ്. ആ സന്ദേശം കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ് പരിഹാരത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഉപദേശം മാത്രമല്ല, ഒരാളുടെ ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളും സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മനസ്സിലാക്കാനും ആരോഗ്യകരമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനും സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ പ്രക്രിയയാണ്. എപ്പോഴാണ് കൗൺസിലിംഗ് തേടേണ്ടത്? കുട്ടിയുടെ പെരുമാറ്റത്തിൽ ദീർഘകാല മാറ്റങ്ങൾ കാണുമ്പോൾ, ഈ മാറ്റങ്ങൾ കുട്ടിയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമ്പോൾ, മാതാപിതാക്കൾക്ക് കുട്ടിയുമായി ആശയവിനിമയം ബുദ്ധിമുട്ടാകുമ്പോൾ, തന്റെ പ്രശ്നങ്ങൾ കുട്ടി കുടുംബാംഗങ്ങളോട് പങ്കുവെക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ, വിവാഹമോചനം, മരണം, സ്ഥിരം വഴക്കുകൾ, താമസം മാറൽ തുടങ്ങിയവ കുട്ടിയെ ബാധിക്കുന്നതായി നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക: ജീവിതത്തിലെ വെല്ലുവിളികളെ ആരോഗ്യകരമായി നേരിടാൻ ആഗ്രഹിക്കുന്ന ആർക്കും കൗൺസിലിംഗ് സഹായകമാണ്. ഒന്നോർക്കുക, മാറ്റം ഒരു യാത്രയാണ്. അതിന് സമയവും സഹകരണവും ആവശ്യമാണ്.